Hello everyone, welcome to NATA Phase 2 question paper analysis. And in this session we'll discuss about the questions related to the section English. Okay. So the question based on English starts from question number 26. Pick out the most effective word from the given words to fill in the blank to make the sentence meaningfully complete. A man remains narrow-minded, self-complains, and ignorant unless he visits other people and blank dash from them. Options: earns, borrows, learns, hears. Very easy ആണ്. ഇതിൽ വേറെ ആൻസേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. A man remains narrow-minded, self-complains means submission, okay, and ignorant. Unless he visits other people and learns. We should understand and learn from them. Earn, borrow, hears ഒക്കെ totally different answers ആയിട്ടാണ് വരുന്നത്. Correct answer learns. അതെനിക്ക് തോന്നുന്നു majority 90% കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ലേൺസ് ആണ്. Okay, option C. Next question. In the following questions, choose the word opposite, which is the exact. In the following question, choose the word which is the exact opposite of the given in the bold type. Opposite ana. There has been a mass exodus of workers from the villages to the towns. So we should know the meaning of exodus. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഏകദേശം ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് മീനിങ് ഒക്കെ നോക്കാൻ പറ്റി. വില്ലേജ് ടു ടൗണിലേക്ക് വർക്കേഴ്സിന്റെ ഒരു പോക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ റഷ് എന്നുള്ള വേർഡ് ഷുവർ ആയിട്ട് ഹോം കമ്മിങ് അല്ല, റിട്ടേൺ പോവാൻ പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരില്ലല്ലോ. ദേ ആർ ഗോയിങ് അല്ലെ, റീസ്റ്റോറേഷൻ, തിരിച്ച് റീസ്റ്റോർ ചെയ്ത് പോവാന്നും അല്ല. അപ്പോൾ എന്തായാലും ഇൻഫ്ലക്സ് എക്സോഡസിന്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഹോം കമ്മിങ്, റിട്ടേണും റീസ്റ്റോറേഷനും. ഇൻഫ്ലക്സ് തന്നെയാണ്. എക്സോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോവൽ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റഷ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലോ എന്നൊക്കെ പറയും. റഷ് നമ്മള് ടൂറിസ്റ്റിന്റെ ഒക്കെ ഇൻഫ്ലക്സ് എന്ന് പറയും. മാസീവ് ഇൻഫ്ലക്സ് ഓഫ് ടൂറിസ്റ്റ്, റഷ് ഓഫ് ടൂറിസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റഷ് ഓഫ് വർക്കേഴ്സ് ഫ്രം വില്ലേജ് ടു ടൗൺസ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓപ്ഷൻസ് മറ്റുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇൻഫ്ലക്സ് തന്നെയാണ് ഓപ്ഷൻ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, question number 28. Which of the phrases given below should replace the phrase printed in bold type to make the sentence grammatically correct? The research study is an eye-opener and attempts to acquainting us with the problems of poor nations. Okay. Options: attempted to acquaint, attempts at acquainting, attempt to acquaint, attempting to acquaint. These are 4 options ആണ്. ഗ്രാമറ്റിക്കലി കറക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അറ്റംപ്റ്റ്സ് ടു അക്വൈന്റിങ് ആണ്. അപ്പോൾ അറ്റംപ്റ്റ്സ് ടു നമ്മൾ പഠിച്ച ഒരു കാര്യമായിരിക്കും. ടു വന്നു കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ്. ടു വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം വരേണ്ട വേർബ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ടു അക്വൈന്റ് ആണ്. അപ്പം ചിലവരത് എന്ത് ചെയ്യും, എനിക്ക് തോന്നുന്നത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ഈ ടൂവും അറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിനെ ഒഴിവാക്കാം. Attempted to acquaint ഒരിക്കലുമല്ല, ബിക്കോസ് സെന്റൻസ് ഇസ് ഇൻ പ്രസന്റ് ടെൻസ്. അപ്പൊ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ attempted to acquaint ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും നമുക്ക് ഒഴിവാക്കിയേ പറ്റും. പിന്നെ ബി ആണ് attempts at acquainting. സി നോക്കാം നമുക്ക്. attempts to acquaint, attempt to acquaint. അപ്പൊ നമുക്ക് സി തോന്നും, സി കറക്റ്റ് ആണെന്ന് തോന്നും. കാരണം attempt to acquaint, ടു എന്നുള്ളത് ബേസ് ഫോം ഓഫ് ദി വേർബ് ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ വൈ കാൺ വി ഗോ ഫോർ സി എന്നാണ്. പക്ഷെ അഗെയിൻ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് അറ്റംപ്റ്റ്സ് ആണ്. ഓക്കെ, വേർബ് മാച്ച് ആവുന്നില്ല. അറ്റംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ റിസർച്ച് സ്റ്റഡി സിംഗുലർ ആണ്. സോ വി ഷുഡ് ഗോ ഫോർ സിംഗുലർ വേർബ്. അപ്പൊ അറ്റംപ്റ്റ്സ് വന്നേ പറ്റൂ. ഓക്കെ, അപ്പൊ അറ്റംപ്റ്റ്സ് ടു അക്വൈന്റ് ആണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ സി ആയേനെ. പക്ഷെ അങ്ങനെയല്ല, അറ്റംപ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സിയും നമുക്ക് ഒഴിവാക്കണം. അറ്റംപ്റ്റിംഗ് ടു അക്വൈന്റും അതും വരാൻ ചാൻസ് ഇല്ല. കാരണം അറ്റംപ്റ്റ്സ് അറ്റ് അക്വൈന്റിംഗ് ആണ് കറക്റ്റ്. അതൊരു ഫ്രേസ് ആണ്. അറ്റംപ്റ്റ്സ് അറ്റ് അക്വൈന്റിംഗ് മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? ഫെമിലിയറൈസ് ആണ് അല്ലെ. ഫെമിലിയറൈസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് പുവർ നേഷൻസ് ആണ്. ഓക്കെ, ഫെമിലിയറൈസ് എന്നാണ് മീനിങ്. അപ്പൊ അറ്റംപ്റ്റ്സ് അറ്റ് അക്വൈന്റിംഗ് തന്നെയാണ് വരിക.
attempts at acquainting, because it's a phrase. Attempts at എന്ന് പറയുന്ന ഒരു phrase ആണ്. And to ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. വരാൻ ചാൻസ് ഇല്ല എന്ന് വേറൊരു കാര്യം കൂടെ പറയാമെന്ന് വെച്ചാൽ, to means attempts, നമ്മൾ ഒരു to എന്ന് പറയുമ്പോൾ അതിലേക്ക് move towards എന്നുള്ളതാണ് ടുവിന്റെ മീനിങ് വരുന്നത്. ഇവിടെ ആക്ച്വലി പോയിന്റ് ചെയ്യാണ് നമ്മൾ. attempts at acquainting, നമ്മൾ we are pointing at the problem, അല്ലെ? pointing at the problem of coordination. So pointing ചെയ്യുമ്പോൾ at ഉപയോഗിക്കുന്നതാണ് better അല്ലെങ്കിൽ best answer. Okay, attempts at acquainting. B. We move on to the next question. Pick up the word from the given options which means the same as the word in bold and can replace it without altering the meaning of the sentence. Okay, meaning മാറ്റാണ്ട് synonym ആണ് ഉദ്ദേശിക്കുന്നത്. A bold amity ആണ്. We should always try to maintain and promote communal amity. Okay, no other word amity എന്നുള്ള മീനിങ്ങിന് വേറെ ഒരു വേർഡും മാച്ച് ആവില്ല. ഇറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. നമുക്ക് കോണ്ടെക്സ്റ്റ് മീനിങ്ങുമായിട്ടും ഈസി ആയിട്ട് മാച്ച് ആണ്. കോണ്ടെക്സ്റ്റ് മീനിങ് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണൽ ഫ്രണ്ട്ഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്, ബോണ്ടേജും ഒന്നുമല്ല. പ്രൊമോട്ട് കമ്മ്യൂണൽ ബോണ്ടേജ് അല്ല, ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. This maintain and promote communal friendship ആണ്. Amity is the only synonym for amity. No other word match amity, that is friendship. Okay. Next question, question number 30. In the question below, the passage consists of 6 sentences. S1 and the first and 6th sentences, S1 and S6, are given in the beginning and at end respectively. The middle 4 sentences have been removed and jumbled up. These are labeled as A, B, C, and D. Find out the proper order for the four sentences. So, sentence ordering ആണ്. Sentence ordering ആണ് വരുന്നത് ഇതില്. So here S1 and S6 beginningും end ആ പാരഗ്രാഫിന്റെ end സെന്റൻസും ബിഗിനിങ് സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇടയിൽ വരുന്ന S1 S6 ഇടയിൽ വരുന്ന 4 സെന്റൻസ് ആണ്. 4 സെന്റൻസ് are given not in order, jumbled up ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. So we have to make it in order. Proper sequence എനിക്ക് തോന്നുന്നു ഈസി ആണ്. Just a minute. ഈ 4 A, B, C, D അതിനെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് എ റിസൾട്ട് their horrendous congestion, it was going to be the first. ഇപ്പൊ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കാം. കൽക്കട്ട unlike other cities kept its trams, passenger vehicles. Okay, unlike other cities kept its trams, passenger vehicles ആണ് trams ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൽക്കട്ട unlike other cities kept its trams. So next sentence എന്തായിരിക്കണം? അത് എങ്ങനെയാണ് ആ ട്രാംസ് ഓടുന്നത്? They run down the center of the road. That should be the C ആണ് ഫസ്റ്റ് വരുന്നത്. Then how they run down the center of the road, and but അത് കാരണം എന്ത് സംഭവിക്കുന്നു? It gives many congestion. It leads to many congestion. As a result, their horrendous congestion. അപ്പോൾ we have to go for another alternative എന്ന് പറയുന്നത് that is to ease in the city, easy ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് ആ സിറ്റിയിൽ ഒരു കൺജഷനോ ട്രാഫിക്കോ ഇല്ലാണ്ട് ചെയ്യണമെങ്കിൽ what they have to do, they have to go for underground railway line. അങ്ങനെ underground railway line എന്ന് പറയുന്നത് it was going to the first in South Asia ഫസ്റ്റ് തന്നെയാണ്. Foundation stone laid in 1972. So no other option. C, A, D, B. It is correct answer D തന്നെയാണ്. അത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിന്റെ ഓർഡർ ഞാൻ ആ മീനിങ് കണക്ട് ചെയ്ത് തന്നാണ് നിങ്ങൾക്ക്. ഓക്കെ, comprehension passage. I'm not going to detail the meaning of the line by line explanation ഒന്നും ഞാൻ പോകുന്നില്ല. We go directly to the question number 31. The expression other equally effective deterrents mean. Options are preventive weapons which have equal effect of others, mechanism which scares everyone equally well, preventive equipment which is as effective as something that has already been mentioned in the passage. The last option, deterrents that are as powerful as those that the caterpillars have. So here നമുക്ക് ഈ phrase എവിടെയാണ് വരുന്നത് നോക്കി അതിനെ കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് മീനിങ് നോക്കാം. Soft bodied animals like caterpillars often fall prey to voracious hunters like birds or reptiles. അല്ലെ, caterpillars soft body animals ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ they become prey to or ഇരയാവുകയാണ്. voracious hunters പെട്ടെന്ന് ഇരയാവുന്നു because they are very soft body animals. They don't have enough preventions to defend themselves. Okay,
so despite having no means to actively defend themselves with weapons, അപ്പോൾ അവർക്ക് ആക്റ്റീവ്ലി ഡിഫെൻഡ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരുടെ ബോഡിയിലുള്ള വെപ്പൺസ് ഇല്ല. ക്ലോസോ ജോസോ നഖങ്ങളോ അങ്ങനെ ജോസോ ഒന്നും ഇല്ല അവർക്ക്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് നെവർതലെസ് ഇവോൾവ്ഡ് അതർ ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ്. സോ അത് മാത്രമല്ല, ഈ ക്ലോസും മറ്റു അനിമൽസ് എങ്ങനെയാണോ അവര് മറ്റ് എനിമീസിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് ക്ലോസും ജോസും ഉപയോഗിച്ച്, അതേപോലെ അവര് ഈ ദാറ്റ് ഈസ് ഈ കാറ്റർപില്ലേഴ്സ് they have not evolved or they have not developed ഈക്വൽ ആയിട്ട് ഈ ക്ലോസും ജോസും ഈക്വൽ ആയിട്ടുള്ള എഫക്റ്റീവ് പ്രിവെൻഷൻസ് ഒന്നും അവർ ഡെവലപ്പും ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് ഇത്. അപ്പൊ അതൊരു ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിറ്ററൻസ് ദാറ്റ് ആർ ആസ് പവർഫുൾ ആസ് ദോസ് ദാറ്റ് ദ കാറ്റർപില്ലേഴ്സ് ഹാവ്. പ്രിവെൻഷൻസ് preventions or weapons that are as powerful as those that the caterpillars have. Actually, ഈ ഒരു പാസേജ് കാറ്റർപില്ലേഴ്സിന് അങ്ങനെ ഒരു സോഫ്റ്റ് ബോഡീഡ് ആനിമൽസ് ആണ്. they don't have any active weapons to defend themselves ആണ്. പിന്നെ എങ്ങനെയാണ് deterrence as powerful as those the caterpillars? They don't have actually. So how we can say that powerful as those that the caterpillars have? So സ്കോട്ട്ലി ഒട്ടും പറ്റില്ല ഡി എന്ന് പറയുന്നത്. പിന്നെ ബാക്കി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ പ്രിവെന്റീവ് വെപ്പൺസ് വിച്ച് ഹാവ് ഈക്വൽ എഫക്ട് ഓഫ് അതേഴ്സ്. അതർ ഈക്വലി എഫക്റ്റീവ് പ്രിവെന്റീവ് വെപ്പൺസ് വിച്ച് ഹാവ് ഈക്വൽ എഫക്ട് ഓഫ് അതേഴ്സ്. ഇവിടെ ഈക്വലി എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഈക്വലി എഫക്ട് ആണോ പറയുന്നത്? അതാണ് ഈക്വൽ എഫക്ട് ഓഫ് അതേഴ്സ്. ഇവിടെ വേർഡ് ഈക്വലി എന്ന് പറയുന്നത് വി ആർ കമ്പയറിംഗ് ദ ഈക്വലി ടു അതേഴ്സ്. മറ്റുള്ളവരും വേറൊരു അനിമലുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. വി ആർ നോട്ട് കമ്പയറിംഗ് ടു ഈക്വലി ഇവോൾവ്ഡ് അതർ ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ്. Okay, other equally effective deterrence. We are not comparing to any animal. അല്ല, കമ്പാരിസൺ ഇവിടെ വരുന്നില്ല. ഇവിടെ ഈക്വലി എന്ന് പറയുന്നത് വേറൊരു ഈക്വൽ ക്ലോസും ജോസും ആയിട്ടുള്ള വേറൊരു അനിമൽസുമായിട്ടല്ല കമ്പാരിസൺ. ഈക്വൽ ചെയ്യുന്നത് വേറൊരു അനിമലുമായിട്ടല്ല. പിന്നെ ഇവിടെ ആക്ച്വലി ഓപ്ഷനിൽ ഡിക്ലയർഡ് ആൻസറിൽ ബി ആണ്. മെക്കാനിസം വിച്ച് സ്കെയർസ് എവ്രി വൺ ഈക്വലി വെൽ. ഒരു മെക്കാനിസം എല്ലാവരെയും ഈക്വൽ ആയിട്ട് സ്കെയർ ചെയ്യുന്ന ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ്. ദാറ്റ് ഈസ് കാറ്റർപില്ലേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഈക്വലി എന്ന വാക്കിന് ഇവിടെ അർത്ഥം വരുന്നത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് സ്കെയർ ചെയ്യുന്ന ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. തേർഡ് ഓപ്ഷൻ നോക്കൂ, പ്രിവെന്റീവ് എക്യുപ്മെന്റ് വിച്ച് ഇസ് ആസ് എഫക്റ്റീവ് ആസ് സംതിങ് ദാറ്റ് ഇസ് ഓൾറെഡി ബീൻ മെൻഷൻ ഇൻ ദ പാസേജ്. അപ്പോൾ എ ഓപ്ഷൻ എന്നുള്ളത് ഒഴിവാക്കാം. ഓക്കെ, അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് അത് ഒഴിവാക്കാം തന്നെയാണ്. ബിയും സിയും ഡിക്ലെയർഡ് ആൻസർ ബി ആണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുമ്പോൾ സി എന്നുള്ള ഓപ്ഷനിൽ ഒരു ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. പ്രിവെന്റീവ് എക്യുപ്മെന്റ് വിച്ച് ഇസ് ആസ് എഫക്റ്റീവ് ആസ് സംതിങ് ദാറ്റ് ഹസ് ഓൾറെഡി ബീൻ മെൻഷൻഡ് ഇൻ ദ പാസേജ്. ഓൾറെഡി പാസേജിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്ലോസും ജോസും ആണ്. ഓക്കെ, അതുമായിട്ട് എഫക്റ്റീവ്, അതുമായിട്ട് ഈക്വലി നിൽക്കുന്ന ഒരു പ്രിവെന്റീവ് എക്യുപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈക്വലി എന്നുള്ള മീനിങ് ഏതുമായിട്ടാണ്? ഇറ്റ് ഈസ് ടു ദ ക്ലോസ് ഓർ ജോസ് ദാറ്റ് ഇസ് ഓൾറെഡി ബീൻ മെൻഷൻ. ഓൾറെഡി പാസേജിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമല്ലേ പറയുന്നത്? എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഐ ഡോണ്ട് നോ. പക്ഷെ ഓപ്ഷൻ മെക്കാനിസം വിത്ത് സ്കെയർസ് എവരി വൺ ഈക്വലി വെൽ, എനിക്കിതിലൊരു കൺഫ്യൂഷൻ വന്നത്. കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് കൊടുത്തിരിക്കുന്നത്. മെക്കാനിസം വിച്ച് സ്കെയർസ് എവ്രി വൺ ഈക്വലി, എല്ലാവരെയും ഈക്വൽ ആയിട്ട് സ്കെയർ ചെയ്യുന്നതാണോ പറയുന്നത്? നോക്കൂ, ഇവോൾവ്ഡ് അതർ ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ് എന്നാണ് പറയുന്നത്. ഇവോൾവ്ഡ് അതർ ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ്. ഈക്വലി എഫക്റ്റീവ് എന്ന് പറയുന്നത് സിമിലർ ടു ക്ലോസ് ഓർ ജോസ് എന്നല്ലേ ഉദ്ദേശിക്കേണ്ടത്? സോ ദാറ്റ് മീൻസ് പ്രിവെന്റീവ് എക്യുപ്മെന്റ് വിച്ച് ഇസ് ആസ് എഫക്റ്റീവ് സംതിങ് ദാറ്റ് ഇസ് ഓൾറെഡി ബീൻ മെൻഷൻഡ്. പാസേജിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യത്തിനെ കുറിച്ചല്ലേ ഈ ഈക്വലി എഫക്റ്റീവ് ഡിറ്ററൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിക്ലെയർഡ് ആൻസറിൽ ഇങ്ങനെയാണ്, മെക്കാനിസം വിത്ത് സ്കെയർസ് എവ്രി വൺ, എല്ലാവരും ഈക്വൽ ആയിട്ട് സ്കെയർ ചെയ്യുന്ന ഒരു മെക്കാനിസം കാറ്റർപില്ലേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന്. അതിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് നോ
I don't know whether I'm right or wrong, but my opinion is C എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നുണ്ട്. A ഇത്തിരി കൺഫ്യൂസിങ് ആണ്. സി എന്നുള്ള ആൻസർ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, സോ ബി എന്നാണ് കറക്റ്റ് ഡിക്ലയർഡ് ആൻസറിൽ. സോ മൈ ഒപ്പീനിയൻ സി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഓക്കെ, വിൽ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32. നെക്സ്റ്റ് ഒക്കെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പീരിയൻസ് ബേർഡ്സ് ഡു നോട്ട് അറ്റാക്ക് ദ ഹിമാലയൻ കാറ്റർപില്ലേഴ്സ്. ഹിമാലയൻ കാറ്റർപില്ലേഴ്സ് എക്സ്പീരിയൻസ് ബേർഡ്സ് ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. ഈസിയാണ്. നോ അതർ ആൻസർ അല്ലെ, ഈസിയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഇൻഎഡിബിൾ അല്ലെ. ഓപ്ഷൻസ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? റിപ്പൾസീവ്, വെരി അഗ്രസീവ്, ഇൻഎഡിബിൾ, ഡിസീസ്ഡ്. ഒന്നുമല്ല, ഡിസീസ്ഡ് ഒന്നുമല്ല, ഇൻഎഡിബിൾ ആണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇൻഎഡിബിൾ, നോട്ട് എഡിബിൾ, നോട്ട് ഏബിൾ ടു ഈറ്റ്. Also very clear here given. That is, it uses a prominent color to inform would be predators of its inedibility. It uses a prominent color. അതൊരു prominent color എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? To inform would be predators, longing predators of its inedibility. That is, they are not the one to be eaten. അത് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം. അതാണ് inedibility എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We cannot eat it. Okay, we cannot eat it. So very clear, inedible തന്നെയാണ്. The Himalayan caterpillar uses prominent colors. എന്തിനു വേണ്ടിയിട്ടാണ് അവർ കളേഴ്സ് ഉപയോഗിക്കുന്നത്? warn the predator, attack the predator, reveal itself, defend itself. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ എന്തായാലും predatorനെ അറ്റാക്ക് ചെയ്യാൻ അവർ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല അല്ല, അത് നമുക്കറിയാം. അവരെ റിവീൽ ചെയ്യാൻ, ഞങ്ങളെ കാറ്റർപില്ലർ ആണെന്ന് റിവീൽ ചെയ്യാനൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് എയും ഡിയും ആയിരിക്കണം. അവരെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ actually defense means they are protecting. എയും ഡിയും വരാൻ that is കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഡിഫെൻഡ് ഇറ്റ് സെൽഫ്, ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. അതിനെക്കാട്ടിലും ഞാൻ ആ സെന്റൻസിലേക്ക് ഒന്ന് പോട്ടെ. ഡിഫെൻഡ് ഇറ്റ് സെൽഫും കറക്റ്റ് അല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഏത് വരാം. ഇറ്റ് യൂസസ് എ പ്രൊമിനന്റ് കളർ ടു ഇൻഫോം. ഓക്കെ, ടു ഇൻഫോം. ഓക്കെ, ടു ഇന്റിമേറ്റ്, ടു വാൺ. ആരെയാണ് വാൺ ചെയ്യുന്നത്? വുഡ് ബി predators. That is longing predators. Okay, longing predators. Those the predators അവർ ലോങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോങ്ങിങ് മീൻസ് ദേ ആർ വിഷിംഗ്. Okay, ലോങ്ങിങ് would be predators of its inedibility. They are informing them, warning them. കഴിക്കരുത് എന്നുള്ള വാർണിംഗ് അല്ലേ കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് പറയുന്നത്. ഡിഫെൻഡ്, പ്രൊട്ടക്റ്റിംഗ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ളതും ഒക്കെയാണ്. കാറ്റർപില്ലർ യൂസസ് പ്രൊമിനന്റ് കളേഴ്സ് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് എന്നുള്ളത് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു സെന്റൻസ് കണ്ടിട്ട് ഞാൻ പറയും ടു ഇൻഫോം ആൻഡ് ദേ ആർ വാർണിംഗ് ദം. കഴിക്കാൻ പറ്റില്ല എന്നുള്ളതൊരു വാർണിംഗ് കൊടുക്കുന്നതല്ലേ അല്ലെ. അതുകൊണ്ടല്ലേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയവര് കഴിക്കുമ്പോൾ ദേ വൊമിറ്റ് അല്ലേ, അവർ വൊമിറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കളർ ഗിവ്സ് ദ വാർണിംഗ് ദം ഡോണ്ട് ഈറ്റ് ബിക്കോസ് വി ആർ ഇൻഎഡിബിൾ ടു ഈറ്റ് എന്നുള്ള വാർണിംഗ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റർപില്ലർസ് കനോട്ട് ഡിഫെൻഡ് ദംസെൽസ് ബിക്കോസ് ഈസി. നോ options ഞാൻ പറയാം. Are passive animals, is lazy, cannot acquire weapons, have no claws or jaws. Very correct answer. No other options will have no claws or jaws. അപ്പോൾ ഈസി ആൻഡ് കൺഫ്യൂസിങ്ങിനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പാസേജ് ഞാൻ ഡീറ്റെയിൽ ഒന്നും വായിക്കുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. Which of the following is an important part of the ancient ecological heritage of India? Okay, heritage of important part, ecological, ഇന്ത്യയുടെ ഇക്കോളജിക്കൽ ഹെറിറ്റേജിന്റെ, ഏൻഷ്യൻ ഇക്കോളജിക്കൽ ഹെറിറ്റേജിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വെരി ക്ലിയർലി ഇറ്റ് ഇസ് ഗിവൻ. ദാറ്റ് ഇസ് ടു പ്രൊട്ടക്ട് ecological. Apart from elaborate myths connecting to Krishna, Tulasi plant has several medicinal properties. തുളസി പ്ലാന്റ്സ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒരുപാട് ഉള്ളതാണ്. പ്രൊട്ടക്ട് ആൻഡ് റെവർ മീൻസ് റെസ്പെക്ട് ദിസ് പ്ലാന്റ്. സോ മെനി മെഡിസിനൽ പ്രോപ്പർട്ടീസ് വാസ് ഡെസിഗ്നേറ്റഡ് ആസ് എ സേക്രഡ് ആയിട്ടാണ്, ഹോളി ആയിട്ടാണ് ഈ തുളസി പ്ലാന്റ്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ വർഷിപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ആക്ച്വലി ഇസ് എൻ ഏൻഷ്യൻ ഫിനോമിനൻ. പ്ലാന്റ്സിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ഫിനോമിനൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏൻഷ്യൻ ഇക്കോളജിക്കൽ ഹെറിറ്റേജിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്ലെയിൻസ്. വി ആർ നോട്ട് മെൻഷനിങ് ഗോഡസ് അല്ല, അതർ ഗോഡസിനെ ഒരിക്കലും അല്ല. സോ ട്രീസ് തന്നെയാണ് ഇക്കോളജിക്കൽ ഹെറിറ്റേജ്. കാരണം ഇതിന് ഈ ഒരു പാസേജിന്റെ ഈ പാസേജിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് സീക്രട്ട് ട്രീസ്. സോ നോ അതർ ഓപ്ഷൻസ്. അതിന് ഡീറ്റെയിൽ ഇട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദ വർഷിപ്പ് ഓഫ് പ്ലാന്റ്സ് ഇൻ ആൻഡ് ഡാഷ് ഫിനോമിനൻ ഇൻ ഇന്ത്യ. ഞാനിപ്പോൾ ആൻസർ വായിച്ചതേ ഉള്ളൂ. ഇറ്റ്സ് ആൻ ഏൻഷ്യൻ. കറക്റ്റ് ആൻസർ തന്നെ അത് ഈ പാസേജിൽ എടുത്ത് എഴുതുകയേ വേണ്ടു. ഏൻഷ്യൻ ഫിനോമിനൻ. Okay, the most important things given by Mother Earth to us are plants and animals ആണ്.
Very clear, it's given. ഞാൻ ലൈൻ പറയാം ഏത് ലൈനാണെന്ന്. When people turned to food production, the mother goddess of earth, mother became the chief deity. Okay, earth mother ആണ് നമ്മുടെ ചീഫ് ഡെയ്റ്റി അല്ലേ, പ്രാർത്ഥിക്കാൻ വർഷിപ്പ് ചെയ്യാനുള്ള ഒരു പ്രതിമ. അവർ തന്നതാണ് ഫെർട്ടിലിറ്റിയും ക്രിയേഷനും. വേൾഡ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബിക്കം ഹർ ബ്ലെസ്സിങ്സ് ടു ഹർ ഡിവോട്ടീസ്. അവരോട് ആരാധന തോന്നുന്ന ആൾക്കാർ, അവരെ വർഷിപ്പ് ചെയ്യുന്നവർക്ക് അതേ ആ മദർ ഗോഡസ് തന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഫെർട്ടിലിറ്റി, ക്രിയേഷൻ, പ്ലാന്റ്സും അനിമൽസ് ഒക്കെ അവർ തന്നതാണ്, അവരുടെ ബ്ലെസ്സിങ്സ് ആണ് ആക്ച്വലി. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആൻസർ വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഗിവൻ ബൈ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. All trees except one were fell down by the early people. അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. Tree was adoration of symbolizing fertility. Spirit as sacred forests were replaced. നോക്കൂ, as sacred forests were replaced by agriculture. A single tree was left and was designated sacred. എന്തിനു വേണ്ടിയിട്ടാണ് sacred forest റീപ്ലേസ് ചെയ്ത്? ബൈ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ആൻസർ വെരി ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ ഇസ് ദ ആൻസർ. Okay, now we move on to the next passage. Third one. The strength of electronics industry in Japan. അതിനെ കുറിച്ചാണ് അല്ലെ, ജപ്പാൻ ബ്രിട്ടീഷിന്റെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയെ കുറിച്ചാണ്. It is evident from the passage that the strength of a country's industry, ഒരു കൺട്രിയുടെ ഇൻഡസ്ട്രീനെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാണ് എന്നാണ്. ആൻസർ സി എന്നാണ് കൊടുത്തത്. ഓപ്ഷൻസ്: ഒറിജിനൽ റിസർച്ച്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഡെഡിക്കേറ്റഡ് വർക്ക് ഫോഴ്സ്, ഇലക്ട്രോണിക് ഡെവലപ്മെന്റ്. ഡെഡിക്കേറ്റഡ് വർക്ക് ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, എങ്ങനെയാണ് അത് ക്ലിയർ ആയിട്ട് എവിടെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ടോപ്പിക് ഇങ്ങനെയാണ്: സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഇൻ ജപ്പാൻ ഇസ് ജാപ്പനീസ് എബിലിറ്റി ടു ഓർഗനൈസ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് റാദർ ദാൻ ദ അച്ചീവ്മെന്റ് ഇൻ ഒറിജിനൽ റിസർച്ച്. അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുമായിട്ട് കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞാൽ ബ്രിട്ടീഷിന്റെ കുറെ ഫോൾസ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ജപ്പാനീസ് വർ ഏബിൾ ടു എക്സ്പ്ലോയ്, അവരുടെ സ്ട്രെങ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി ഇൻ മെനി ഇയേഴ്സ് എഗോ. പക്ഷെ അവരുടെ സക്സസ് വാസ് ഇറ്റ് ഫസ്റ്റ് ഐദർ മറ്റുള്ളവർ അത് അണ്ടർസ്റ്റുഡ് ചെയ്തില്ല. ദേ വർ സോൾഡ് ബിക്കോസ് ദേ വർ ചീപ്പ് കോപ്പീസ് ഓഫ് പീപ്പിൾസ് ഐഡിയാസ്. ചേൺഡ്, നമുക്ക് ആ ഒരു ലൈനാണ് ഇതിലേക്ക് നയിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിലേക്ക് നയിക്കുന്നത്. ചേൺഡ് ഔട്ട് ഓഫ് എ വർക്ക് ഹൗസ് വിച്ച് വാസ് ഡെഡിക്കേറ്റഡ് ടു ഹാർഡ് ഗ്രൈൻഡ് അബവ് ഓൾ എൽസ്. സോ ഡെഡിക്കേറ്റഡ് വർക്ക് ഫോഴ്സ് ആണ് അവരുടെ സ്ട്രെങ്ത് എന്നുള്ളത് ഈ ലാസ്റ്റ് ലൈനിൽ വെരി ക്ലിയർ ആണ്. നെക്സ്റ്റ്, സാഡ് റൂൾ എന്ന് പെൻഷൻ ഇൻ ദിസ് പാസേജ്. എന്താണ് സാഡ് റൂൾ എന്ന് പറയുന്നത്? ഇനബിലിറ്റി ഓഫ് ദ ജാപ്പനീസ് ടു ബി ഇന്നോവേറ്റീവ് ലൈക്ക് ബ്രിട്ടീഷ് ആണ്? അല്ല. ഇനബിലിറ്റി ഓഫ് ബ്രിട്ടീഷ് to be industrious like Japanese. ബ്രിട്ടീഷിന്റെ ഇന്നബിലിറ്റി എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൺഫ്യൂസിങ് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അല്ല. വെറൈറ്റി, ജപ്പാനീസിൽ വെറൈറ്റി ഇൻവെൻഷൻസ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. പുവറർ മാർക്കറ്റിംഗ് എബിലിറ്റി ഓഫ് ബ്രിട്ടീഷ്. സാഡ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പുവർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് എബിലിറ്റിയാണ്. നോക്കൂ, കാരണം ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ജപ്പാനീസിന്റെ എബിലിറ്റിയെ കുറിച്ചാണ്. എന്തിന്റെ എബിലിറ്റിയാണ്? മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് rather than their achievement. British are generally recognized as far more inventive collection. അവർക്ക് ഇങ്ങനെയുണ്ട്, പക്ഷേ they are poor in marketing. The Japanese were able to exploit their strength in marketing. അവർക്ക് കൂടുതൽ അവരുടെ സ്ട്രെങ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് അത് പറ്റിയില്ല. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഫോൾട്ട്. ഓക്കെ, പുവറർ മാർക്കറ്റിംഗ് എബിലിറ്റി. പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. ഇന്നബിലിറ്റിനെക്കാട്ടിലും പുവറർ മാർക്കറ്റിംഗ് എബിലിറ്റി കുറച്ചും കൂടെ കീൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ്, the TSR Z hovercraft, high-speed train, Sinclair scooter, etc. are the symbols of sure item. എന്താണ്? British failure ആണ്. Very clearly it is given അല്ലേ, British failure ആണ്. There are many examples from TSR Z hovercraft എന്നെല്ലാം which all prove this sad rule. Whose sad rule? Britishers sad rule. Even though they have many collection, innovative collection ഉണ്ടെങ്കിൽ they fail to exploit that. Exploit ചെയ്യാൻ അവർ fail ചെയ്തു. Okay. Now we move on to the next question. Next question, the main theme of this passage. Options: electronic industry in Japan, industrial comparison between Japan and Britain, the role of marketing efficiency in industrial prosperity, the importance of original research in industry. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പാസേജ് വായിക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്തായാലും ഉണ്ടാവും. ഞാൻ റിവിഷൻ ക്ലാസ്സിലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ പറയുന്നത് മാർക്കറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ജപ്പാനിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ കമ്പാരിസൺ ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് ബ്രിട്ടൻ. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ജപ്പാനെ കുറിച്ചും അല്ല പറയുന്നത്. ഇറ്റ്സ് എ മാർക്കറ്റിംഗ് എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസ്പെരിറ്റി. നമ്മൾ നേരത്തെയും ഒരു ക്വസ്റ്റ്യൻ മാർക്കറ്റിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരുന്നു. ഓക്കെ, ദ പുവർ മാർക്കറ്റിംഗ് എബിലിറ്റി ഓഫ് ബ്രിട്ടീഷ് ആണ്. കണ്ടോ? അപ്പൊ എല്ലാം മാർക്കറ്റിംഗിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഷുവർ ആ ഒരു കീ വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ആൻസർ ചെയ്യാൻ.
So here the role of marketing efficiency in industrial prosperity is the correct answer. Okay, next passage. We go to a question. The person who aspires, question number 43, a person who aspires to lead could learn from the history of battles. Okay, a person who aspires to lead, a person who aspired to lead, a person who aspired to become a leader could learn from the history of battles. എന്താണ് അവർ history of battles എന്താണ് അവർ learn ചെയ്യുന്നതാണ്? What led the previous leaders win a battle? What made them lose a battle? The qualities and deficiencies of commanders of these battles, the strategies that they have evolved in course of these battles. Win a battle in the previous leaders എന്തൊക്കെ കൊണ്ടാണ് win ചെയ്യുന്നതും സെക്കൻഡ് ഓപ്ഷൻ എന്തൊക്കെ കൊണ്ടാണ് ലൂസ് ചെയ്യുന്നതും രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതിൽ നോക്കൂ, രണ്ടും വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ വിന്നിംഗ്, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ലൂസിംഗ്. ബോത്ത് ഷുഡ് കം. The leader, the person who aspires to lead, person who aspires to be a leader should know both deficiencies and qualities. In the line very clearly it is given. No, such a study will reveal certain qualities and attributes which enable the winners to win and certain deficiencies which cause the losers to lose. ഇതാണ് ലേൺ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, വേറെ ഒന്നും നോക്കാനില്ല. ഡി ഒരിക്കലും വരില്ല. സ്ട്രാറ്റജീസ് ദാറ്റ് ദേ ഹാവ് ഇവോൾവ്ഡ് ഇൻ കോഴ്സ് ഓഫ് ദീസ് സ്ട്രാറ്റജീസിനെ കുറിച്ചൊന്നും ഇതിൽ മെൻഷനേ ചെയ്തിട്ടില്ല. ഓക്കെ, വെരി ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In this context, intelligent interpretation of current event. Intelligent interpretation of current event. A working knowledge of ancient history is necessary to the intelligent interpretation of ancient history കുറിച്ച് ഒരു വർക്കിംഗ് നോളേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് ഇവന്റിനെ എങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. ഒരു ലീഡർക്ക് എങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലീഡറിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇന്റലിജന്റ് ഇന്റർപ്രിട്ടേഷൻ. സോ വി ഷുഡ് നോ വാട്ട് ഇസ് ദ ഇന്റലിജന്റ് ഇന്റർപ്രിട്ടേഷൻ. ഓപ്ഷൻസ് നോക്കാം. Rational explanation of events, appropriate understanding of events, intellectual outlook on events, skillful interpretation of events. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആൻസറിൽ കുറച്ച് പേര് പോകും. ഇന്റലക്ച്വൽ ഔട്ട്ലുക്ക് ഒരിക്കലുമല്ല. അപ്രോപ്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഇവന്റ്സിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. സ്കിൽഫുൾ ആയിട്ട്, സ്കില്ലൊന്നും അല്ല ഇതിൽ വേണ്ടത്. മെയിൻ ആയിട്ട് ഒരു ലീഡറിന് വേണ്ടത് ഒരു റാഷണൽ അപ്രോച്ചാണ്. ഓക്കെ, നോട്ട് ഇറാഷണൽ അല്ല, റാഷണൽ അപ്രോച്ചാണ്. റാഷണൽ മീൻസ് ലോജിക്, റീസൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. വെരി ക്ലിയർ. ഇന്റലിജന്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കറന്റ് ഇവന്റ്. കറന്റ് ഇവന്റ് ആരാണ്? നമ്മൾ ലീഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലീഡറിന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് റാഷണൽ അല്ലെങ്കിൽ റീസൺ അല്ലെങ്കിൽ ലോജിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ ആൻസർ എ, റാഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് ഇവന്റ്സ്. നെക്സ്റ്റ് എക്സ്പ്രഷൻ, മോർ ദാൻ എ മോഡിക്കം ഓഫ് ട്രൂത്ത്. വെരി ക്ലിയർ ആണ്. വേറെ ഒരു സം ട്രൂത്ത് ഒന്നും അല്ല. മോർ ദാൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ട്രൂത്ത് ആണ്. ഓക്കെ, വി ഷുഡ് നോ ദ മീനിങ് ഓഫ് മോഡിക്കം ഓഫ് ട്രൂത്ത്. മച്ച് ട്രൂത്ത് നമ്മൾ ഒരിക്കലും പറയില്ല. നത്തിങ് ബട്ട് ട്രൂത്ത് ഒന്നും ഒരിക്കലും. മോർ ദാൻ എ മോഡിക്കം ഫ്രം ട്രൂത്ത്, സിമിലർ ആയിട്ട് സം ട്രൂത്ത് ഒന്നും വരില്ല. മച്ച് ട്രൂത്ത് അതൊന്നും ഒരു ഗ്രാമറ്റിക്കലി മിസ്റ്റേക്സ് ആയിട്ട് നമുക്ക് എന്തായാലും തോന്നുന്നുണ്ട്. മോർ ദാൻ എ സ്മോൾ എമൗണ്ട് ഓഫ് ട്രൂത്ത് തന്നെയാണ്. നെക്സ്റ്റ് 46, ക്വസ്റ്റ്യൻ നമ്പർ 46. അക്കോർഡിംഗ് ടു ദ റൈറ്റർ, എ സ്റ്റഡി ഓഫ് ഫേമസ് ബാറ്റിൽസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ, ഫേമസ് ബാറ്റിൽസിനെ കുറിച്ച് ഹിസ്റ്ററിയിൽ നടന്ന ഫേമസ് ബാറ്റിൽസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ബി ബെനിഫിഷ്യൽ ടു വൈസ് മെൻ. Provide food to modern leaders for reflection. Be more useful than a general knowledge of ancient history. Help us understand the art of modern warfare. Very clear. First, provide food to modern leaders. Provide a thought to modern leaders. Provide a situation for modern leaders. Food to modern leaders പറഞ്ഞ ഒരു thought ആണ്. To modern leaders for reflection. അവരവരുടെ കാര്യം ചെയ്യാൻ ഒരു റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ്. ഈ മോഡേൺ ലീഡേഴ്സിന് റിഫ്ലക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഫേമസ് ബാറ്റിൽസിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത്, സ്റ്റഡി ചെയ്യണം എന്ന് പറയുന്നത്. വെരി ക്ലിയർ, ബി തന്നെയാണ്. ഓക്കെ, വൈസ്മെന്റെ മാത്രമാണോ ബെനിഫിറ്റ് ചെയ്യുന്നത്? അല്ല, ലീഡേഴ്സിനെയാണ് ബെനിഫിറ്റ്. ലീഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തിനാണ് ലീഡേഴ്സ് ഇന്നത്തെ ബാറ്റിൽസിനെ കുറിച്ച് പഠിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വെരി ക്ലിയർ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് പാസേജ്, ലാസ്റ്റ് പാസേജ് ആണ്. ദ ബെസ്റ്റ് വേ ടു വിൻ എ ഫ്രണ്ട് ഇസ് ടു അവോയ്ഡ്. ഓക്കെ, എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ്. അത് എന്താണ് ഈ പാസേജിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. പാസേജ് നോക്കൂ, ഇതാണ്. എ സ്ലിപ്പ് ഓഫ് ദ ടങ്, ദ യൂസ് ഓഫ് അൺയൂഷ്വൽ വേർഡ് ഓർ ഓഫ് എൻ ആംബിഗ്യുവസ്, അല്ലെ, ഡബിൾ മീനിങ് വേർഡ്, ആംബിഗ്യൂറ്റി എന്ന് പറയില്ലേ, ഡബിൾ മീനിങ് ഉള്ള വേർഡ് അവോയ്ഡ് ചെയ്താൽ അതാണ് ആംബിഗ്യൂറ്റി എന്നുള്ള വേർഡ് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വി ഷുഡ് ഗോ ഫോർ ദാറ്റ്. ആംബിഗ്യൂറ്റി ഇൻ സ്പീച്ച് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. arrogance in speech, very clear it's given ambiguous words. Okay, ambiguity in speech, double meaning എന്നൊക്കെ പറയില്ല, അതിനാണ് ambiguity. Next question. While talking to an uneducated person, we should use uneducated person ഓട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? Ordinary speech? No. His vocabulary,
സിമ്പിൾ വേർഡ്സ്, പൊളൈറ്റ് ലാംഗ്വേജസ്. വൊക്കാബുലറി അനുസരിച്ച് നമ്മൾ സംസാരിക്കും. ഓപ്ഷൻ ഞാൻ എവിടെയാണെന്ന് പറയാം, നോക്കൂ. Different classes of people use different vocabularies, and the ordinary speech of an educated man, different classes പല vocabularies ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു ഓർഡിനറി സ്പീച്ച്, എഡ്യൂക്കേറ്റഡ് മാനിന്റെ ഓർഡിനറി സ്പീച്ച് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിസണറിന് പോംപസ് ആവും. ഓക്കെ, ഇതിനെ അവർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ഈ ഒരു സെന്റൻസിനെ അവർ തിരിച്ചായിട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നേരെ തിരിച്ചു. ഇതെന്താ പറയുന്നത്? ഒരു എഡ്യൂക്കേറ്റഡ് മാൻ സംസാരിക്കുന്ന വൊക്കാബുലറി അൺഎഡ്യൂക്കേറ്റഡ് മാമിന് പോംപസ് ആയി തോന്നും. പോംപസ് പറഞ്ഞാൽ ഗ്രാൻഡ് ആയി തോന്നും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടു. വൈൽ ടോക്കിംഗ് ടു അൺഎഡ്യൂക്കേറ്റഡ് മാനോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവരുടെ വൊക്കാബുലറി ആണ് കണ്ടന്റ് ആയില്ല. വെരി ക്ലിയർലി ഇറ്റ് ഇസ് ഗിവൺ വൊക്കാബുലറി. നേരെ തിരിച്ച് സെന്റൻസ് ഇട്ടുന്നേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെ ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എക്സാക്ട് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ വരും. എന്താണ്? വാട്ട് ആൻ അൺഎഡ്യൂക്കേറ്റഡ് മാൻ ഫീൽസ് വെൻ ആൻ എഡ്യൂക്കേറ്റഡ് മാൻ സ്പീക്സ്, അല്ലെങ്കിൽ വാട്ട് ആൻ അൺഎഡ്യൂക്കേറ്റഡ് ലിസണർ may consider an educated man's vocabulary as pompous. ഇനി തിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വൊക്കാബുലറി എന്നുള്ള വേർഡ്, ഡിഫറെന്റ് വൊക്കാബുലറീസ്, കാരണം ആ വേർഡ് ആണ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, സ്ലിപ്പ് ഓഫ് ദ ടങ് മീൻസ് സംതിങ് സെറ്റ്, അല്ലെ? എന്താ അതിന്റെ അർത്ഥം? നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പറയുമ്പോൾ ചിന്തിച്ചു പറയാൻ പാടുള്ളൂ. റോങ്ലി ബൈ ചോയ്സ് വിത്തൗട്ട് ഗിവിംഗ് പ്രോപ്പർ തോട്ട്സ്, ആലോചിക്കാണ്ട് വർത്തമാനം പറയുന്ന. ഓക്കെ, വെരി ഈസി ആണ്. കോമൺ ഫ്രേസ് ആണത്. സ്ലിപ്പ് ഓഫ് ദ ടങ് വിത്തൗട്ട് ഗിവിംഗ് പ്രോപ്പർ തോട്ട്, ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായി ആലോചിക്കാണ്ട് സംസാരിക്കുന്നത്. സി തന്നെയാണ്. ഹേർട്ട് അനദർ പേഴ്സൺ ഒന്നും ഒരിക്കലും വരില്ല. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീച്ച് ക്യാൻ ബി എ കേഴ്സ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഹേർട്ട് അതേഴ്സ്, ലീഡ് ടു കെയർലെസ്നെസ്, ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, റിവീൽ അവർ ഇന്റൻഷൻസ്. സ്പീച്ച് ക്യാൻ ബി എ കേഴ്സ് ആണ്. ഒരിക്കലും നമ്മുടെ ഇന്റൻഷൻസ് റിവീൽ ചെയ്യാൻ കേഴ്സ് ആണ്, ശാപം എന്നാണ് പറയുന്നത്. ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ക്രിയേറ്റ് ചെയ്യാനാണ്. വെരി ക്ലിയർ, ഇറ്റ്സ് ഗിവൻ ഇൻ ദ പാസേജ്, അല്ലേ? Blessing, but can also create for a while. It helps us to make our intentions and desires known to our fellows. Can also be, if used carelessly, make our attitude completely misunderstood. Word clear ആയിട്ട് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ഈസി ക്ലിയർ ആയിട്ട് പാസേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? 26 തൊട്ട് 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് സെക്ഷനിൽ വന്നിരിക്കുന്നത്. വലിയ ടഫ് ഒന്നും അല്ല, എന്നാലും കുറച്ച് ഈസി ആയിട്ടുള്ള പാസേജ് തന്നെയാണ്. ഏകദേശം എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ആവറേജ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതിൽ 3-4 ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൺഫ്യൂസിങ് വന്നിരിക്കുന്നത്. ഒരു 5 മാർക്സിന്റെ ഗ്രാമർ ടൈപ്പ് വെർബൽ എബിലിറ്റി ക്വസ്റ്റ്യൻസിലെ ഒരു ക്വസ്റ്റ്യൻ മാത്രം. പിന്നെ പാസേജിലെ ബിഗിനിങ് ഓഫ് ദ പാസേജിലെ കോമ്പിനേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. എത്രത്തോളം ശരിയാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. 31st ക്വസ്റ്റ്യൻ ആണ് ഒരു കൺഫ്യൂസിങ് വന്നത്. അതിൽ ബി എന്നാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. എയും കുറച്ചും കൂടെ കറക്റ്റ് ആയി തോന്നി, പക്ഷെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് സി ആണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ മാത്രമാണ് എനിക്കൊരു വ്യത്യാസം തോന്നിയത്. ബാക്കി ലാസ്റ്റ് പാസേജ് ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. എൻഡിങ്ങിൽ അവര് ബിഗിനിങ്ങിൽ കുറച്ച് ടഫായി കൊടുത്തെങ്കിൽ ലാസ്റ്റ് പാസേജ് ഭയങ്കര ഈസി ആയിരുന്നു, അല്ലെ? സ്പീച്ചിന്റെ പാസേജ് ഈസി ആയിരുന്നു. ട്രൂത്തിന്റെ that is this modicum of truth in the assertion, അതിനെ കുറിച്ച് പറയുന്ന പാസേജ്, ആ modicum of truth ഒക്കെ ഈസി, ആ ഒരു ഫ്രേസ് ഒക്കെ കിട്ടുവാണെങ്കിലൊക്കെ ഈസിയാണ്. ബാക്കിയെല്ലാം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ദിസ് ഓൾസോ ജപ്പാനീസ് മാർക്കറ്റിംഗ് എന്നുള്ള കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ ദ പാസേജസ് എല്ലാം കുഴപ്പമില്ലാത്ത ഒരു പാസേജ് തന്നെയാണ്. ഐ തിങ്ക് ഓൾ ഓഫ് യു ഹാവ് അറ്റൻഡഡ് വെൽ. നമുക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം. നല്ലൊരു പാസേജ്, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏകദേശം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ, സോ താങ്ക് യു.